ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അമേരിക്കയുടെ സ്വപ്ന നഗരമായ ലോസ് ഏഞ്ചലസിന്റെ ഇരുണ്ട ഭൂതകാലത്തിലേക്കാണ്. വെള്ളിത്തിരയിൽ ഭാഗ്യം പരീക്ഷിക്കാനെത്തുന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കളുടെ സ്വപ്നഭൂമി. എന്നാൽ തിളക്കത്തിനും പ്രകാശത്തിനും പിന്നിൽ ആരും കാണാത്ത, ആരും അറിയാൻ ആഗ്രഹിക്കാത്ത ചില കറുത്ത അധ്യായങ്ങളുണ്ട്. അത്തരമൊരു അധ്യായത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധവും ഇന്നും ദുരൂഹതയുടെ കറുത്ത മൂടുപടം കൊണ്ട് പൊതിഞ്ഞതുമായ ഒരു കൊലപാതകത്തിന്റെ കഥ, ദ ബ്ലാക്ക് ഡാലിയ മർഡർ. വർഷം 1947 ജനുവരി 15. ലോസ് ഏഞ്ചലസിൽ തണുപ്പ് പതിയെ പിടിമുറുക്കി തുടങ്ങിയ ഒരു പ്രഭാതം. നഗരത്തിലെ ലൈമർഡ് പാർക്ക് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് തന്റെ 3 വയസ്സുകാരിയായ മകളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയതായിരുന്നു ബെറ്റി ബെർസിംഗർ എന്ന യുവതി. സമയം രാവിലെ ഏകദേശം 10 മണി. ആളൊഴിഞ്ഞ ആ പുൽമൈതാനത്ത് നോർട്ടൺ അവന്യൂവിലെ വഴിയോരത്ത് വെളുത്ത എന്തോ ഒന്ന് കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യ കാഴ്ചയിൽ അതൊരു കടയുടെ മുൻപിൽ വയ്ക്കുന്ന മാനിക്കിൻ അഥവാ പ്രതിമയാണെന്നാണ് ബെറ്റി കരുതിയത്. രണ്ടായി മുറിച്ചുമാറ്റപ്പെട്ട ഒരു പ്രതിമ, വെളുത്ത പോർസലൈൻ പോലെ തിളങ്ങുന്ന ഒരു കാഴ്ച. പക്ഷേ എന്തോ അസ്വാഭാവികമായിരുന്നു. അല്പം കൂടി അടുത്തു ചെന്നപ്പോൾ തന്റെ കാലുകൾക്കടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതുപോലെ ബെറ്റിക്ക് തോന്നി. ഹൃദയം നിലച്ചുപോകും വിധം ഭയാനകമായ സത്യം അവൾ തിരിച്ചറിഞ്ഞു. അത് മനുഷ്യ ശരീരം പോലെ തോന്നിക്കുന്ന ഒരു പ്രതിമയായിരുന്നില്ല, മറിച്ച് പ്രതിമ പോലെ തോന്നിക്കുന്ന ഒരു മനുഷ്യ ശരീരമായിരുന്നു. തന്റെ മകളെ ആ കാഴ്ചയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പേടിച്ചരണ്ട ബെറ്റി അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിച്ചെന്ന് പോലീസിനെ വിവരമറിയിച്ചു. മിനിറ്റുകൾക്കകം ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഡിവിഷനിൽ നിന്ന് ഓഫീസർമാർ സ്ഥലത്തെത്തി. കണ്ട കാഴ്ച പരിചയസമ്പന്നരായ പോലീസ് ഓഫീസർമാരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. അരക്കെട്ടിന് താഴെ നിന്നും തികച്ചും കൃത്യമായി രണ്ടായി മുറിക്കപ്പെട്ട ഒരു യുവതിയുടെ ശരീരം. മുകൾ ഭാഗവും താഴ്ഭാഗവും ഏകദേശം 1 അടി അകലത്തിൽ വെച്ചിരുന്നു. ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ഊറ്റിയെടുത്ത ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കിയതുപോലെ വെളുത്തു വിളറിയിരുന്നു. മാർബിൾ പോലെ തണുത്തു വിളറിയ ത്വക്ക്. മുഖത്തിന്റെ ഇരുവശത്തും വായുടെ കോണുകളിൽ നിന്ന് ചെവികൾ വരെ നീളുന്ന രീതിയിൽ ക്രൂരമായി മുറിവേൽപ്പിച്ചിരുന്നു. ഗ്ലാസ്കോ സ്മൈൽ അല്ലെങ്കിൽ ചെഷയർ ഗ്രീൻ എന്നറിയപ്പെടുന്ന ഒരു തരം മുറിവ്. അതൊരു ഭീകരമായ വീതിയേറിയ ചിരിയുടെ പ്രതീതി നൽകി. കണ്ണുകളിലും മുഖത്തും നിരവധി ചതവുകളും മുറിവുകളും ഉണ്ടായിരുന്നു. ശരീരം വളരെ വിചിത്രമായ രീതിയിൽ ഒരു പ്രദർശനം പോലെ കിടത്തിയിരുന്നു. കൈകൾ തലയ്ക്ക് മുകളിലായി മടക്കിവെച്ച്, കാലുകൾ അകറ്റിവെച്ച നിലയിൽ, മുട്ടുകൾ ചെറുതായി വളച്ച്. ആ കൊലപാതകി തന്റെ ക്രൂരകൃത്യം ലോകം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ശരീരത്തിന്റെ സ്ഥാനം സൂചിപ്പിച്ചത് ഇത് ആസൂത്രിതവും കണക്കുകൂട്ടിയതുമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ്. പോസ്റ്റ്മോർട്ടം പിന്നീട് കൂടുതൽ ഭയാനകമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി. ഇരയുടെ മലദ്വാരത്തിലും യോനിയിലും ക്രൂരമായ പീഡനങ്ങളുണ്ടായിരുന്നു. ശരീരത്തിൽ നിരവധി സിഗരറ്റ് പൊള്ളലുകൾ, മുടി മുഴുവൻ വലിച്ചുകീറിയ അടയാളങ്ങൾ, മാംസം ചില ഭാഗങ്ങളിൽ നിന്ന് മുറിച്ചെടുത്തിരുന്നു. കൊലപാതകം നടന്നത് മറ്റെവിടെയോ വെച്ചായിരുന്നു. കാരണം ആ ശരീരത്തിനു ചുറ്റും ഒരിടത്തും ഒരു തുള്ളി രക്തം പോലും ഉണ്ടായിരുന്നില്ല. പുല്ലിലും മണ്ണിലും യാതൊരു രക്തക്കറകളുമില്ലായിരുന്നു. ശരീരം മറ്റെവിടെയോ കൊന്ന് അവിടെ കൊണ്ടുവന്ന് പ്രദർശനത്തിനായി ശ്രദ്ധാപൂർവം ഉപേക്ഷിച്ചതാണ്. പോലീസുകാർ സ്ഥലം മരിച്ചുപെറുക്കി. ഡിറ്റക്റ്റീവ് ഹാരി ഹാൻസനും ഫിനിസ് ബ്രൗണും അന്വേഷണത്തിന് നേതൃത്വം നൽകി. വിരലടയാളങ്ങളോ കാലടിപ്പാടുകളോ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കൊലയാളി അസാധാരണമായ ബുദ്ധിശക്തിയോടെ തന്റെ എല്ലാ തെളിവുകളും തടക്കം സൂക്ഷ്മമായി മായ്ച്ചു കളഞ്ഞിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം ആളെ തിരിച്ചറിയാനായി. എങ്ങനെയെന്നാൽ അതുതന്നെയാണ് കൗതുകകരമായത്. ശരീരത്തിൽ തിരിച്ചറിയാനുള്ള ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. വസ്ത്രങ്ങളോ പേഴ്സോ ആഭരണങ്ങളോ എല്ലാം അന്യോന്യം നിന്നിരുന്നു. പക്ഷേ LAPD ഒരു മിടുക്കായ നീക്കം നടത്തി. അവർ ഇരയുടെ വിരലടയാളങ്ങൾ എടുത്ത് FBI നാഷണൽ ഡാറ്റാബേസിലേക്ക് അയച്ചു. അന്നത്തെ കാലത്ത് വിരലടയാളങ്ങൾ താരതമ്യം ചെയ്യുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയായിരുന്നു. എന്നാൽ ഈ കേസിന് LAPD മുൻഗണന നൽകി. വിരലടയാളങ്ങൾ ഒരു മാച്ച് കണ്ടെത്തി. ഇര മുൻപൊരു സൈനിക താവളത്തിൽ ജോലി ചെയ്തിരുന്നതിനാൽ അവരുടെ വിരലടയാളങ്ങൾ ഫയലിലുണ്ടായിരുന്നു. പേര് എലിസബത്ത് ആൻ ഷോട്ട്. വയസ്സ് 22. ജനനം 1924 ജൂലൈ 29. മസാച്യൂസെറ്റ്സിലെ
ഹൈഡ് പാർക്ക്, മസാച്യൂസെറ്റ്സ് സ്വദേശിനി. ഹോളിവുഡിൽ ഒരു നടിയാകാൻ മോഹിച്ച് ലോസ് ഏഞ്ചൽസിലെത്തിയ ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ ഒരാൾ. കറുത്ത മുടിയും നീലക്കണ്ണുകളും വിളറിയ ത്വക്കുമുള്ള സുന്ദരിയായ ഒരു യുവതി. 5 അടി 5 ഇഞ്ച് ഉയരം, 115 പൗണ്ട് ഭാരം. അവളെപ്പോഴും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ അവൾക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, ബ്ലാക്ക് ഡാലിയ. ആ പേര് 1946 പുറത്തിറങ്ങിയ ദ ബ്ലൂ ഡാലിയ എന്ന ഫിലിം നോയർ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിരുന്നു. അവളുടെ സുന്ദരിയായ രൂപവും കറുത്ത വസ്ത്രങ്ങളോടുള്ള ഇഷ്ടവും ചേർന്ന് ബ്ലാക്ക് ഡാലിയ എന്ന വിളിപ്പേര് അവൾക്ക് ലഭിച്ചു. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല ആ പേര് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് അവളുടെ അതിദാരുണമായ അന്ത്യത്തിലൂടെ ആയിരിക്കുമെന്ന്. ഇന്ന് ലോകമെമ്പാടും ബ്ലാക്ക് ഡാലിയ എന്ന പേര് കേട്ടാൽ ആളുകൾ ഓർക്കുന്നത് ആ ക്രൂരമായ കൊലപാതകത്തിലാണ്, അവളുടെ സ്വപ്നങ്ങളെയോ അഭിലാഷങ്ങളെയോ അല്ല. എലിസബത്ത് ഷോട്ടിന്റെ തിരിച്ചറിയൽ വാർത്ത കാട്ടുതീ പോലെയാണ് ലോസ് ഏഞ്ചലസിൽ പടർന്നത്. 1947 ജനുവരി 16 നഗരത്തിലെ എല്ലാ പത്രങ്ങളും ഈ വാർത്ത മുൻപേജിൽ വലിയ അക്ഷരത്തിൽ പ്രസിദ്ധീകരിച്ചു. ബ്ലാക്ക് ഡാലിയ മർഡർ ഷോക്ക് LA എന്ന തലക്കെട്ടുകൾ എവിടെയും. അന്നത്തെ പത്രങ്ങൾ ലോസ് ഏഞ്ചലസ് എക്സാമിനർ, ലോസ് ഏഞ്ചലസ് ഹെറാൾഡ് എക്സ്പ്രസ്, ലോസ് ഏഞ്ചലസ് ടൈംസ് ഈ വാർത്ത സെൻസേഷണൽ ശൈലിയിൽ പ്രസിദ്ധീകരിച്ചു. എലിസബത്തിന്റെ ഫോട്ടോകൾ മുൻപേജുകളിൽ വന്നു. കൊലപാതകത്തിന്റെ ഭയാനകമായ വിശദാംശങ്ങൾ, ചിലത് അതിശയോക്തിപൂർണമായി പത്രങ്ങൾ വിവരിച്ചു. ബ്ലാക്ക് ഡാലിയ കൊലപാതകം എന്ന പേരിൽ ഈ കേസ് അമേരിക്ക മുഴുവൻ ചർച്ചാവിഷയമായി മാറി. റേഡിയോ സ്റ്റേഷനുകൾ തുടർച്ചയായ അപ്ഡേറ്റുകൾ സംപ്രേഷണം ചെയ്തു. ആളുകൾ തെരുവുകളിൽ ഇതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു. LAPDയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതക അന്വേഷണത്തിനാണ് അന്ന് തുടക്കം കുറിച്ചത്. 750-ലധികം പോലീസ് ഓഫീസർമാരെയും ഡിറ്റക്റ്റീവുകളെയും ഈ കേസിനായി നിയോഗിച്ചു. തെളിവുകൾ ശേഖരിക്കാൻ, സാക്ഷികളെ അഭിമുഖീകരിക്കാൻ, സംശയാസ്പദമായ വ്യക്തികളെ ചോദ്യം ചെയ്യാൻ. എന്നാൽ ആർക്കും അറിഞ്ഞിരുന്നില്ല, വർഷങ്ങൾക്കിപ്പുറവും ദശാബ്ദങ്ങൾക്കിപ്പുറവും തെളിയാതെ കിടക്കുന്നൊരു പ്രഹേളികയായി ഈ കേസ് മാറുമെന്ന്. എലിസബത്ത് ഷോട്ടിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? എന്തിനായിരുന്നു ആ കൊലപാതകം? ഏതായിരുന്നു അവളുടെ അവസാന നാളുകൾ? ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. 78 വർഷങ്ങൾക്ക് ശേഷവും ബ്ലാക്ക് ഡാലിയ കൊലപാതകം അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധവും പരിഹരിക്കപ്പെടാത്തതുമായ കേസുകളിൽ ഒന്നായി തുടരുന്നു. എലിസബത്ത് ഷോട്ടിന്റെ കൊലപാതകിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ആദ്യപടി അവളുടെ ഭൂതകാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമായിരുന്നു. ആരായിരുന്നു എലിസബത്ത്? എങ്ങനെയായിരുന്നു അവളുടെ ജീവിതം? ലോസ് ഏഞ്ചലസിലെ ആ പുൽമൈതാനത്ത് അവസാനിച്ച ആ ജീവിതയാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? 1924 ജൂലൈ 29 മസാച്യുസെറ്റ്സിലെ ബോസ്റ്റണിലെ ഹൈഡ് പാർക്ക് പ്രദേശത്താണ് എലിസബത്ത് ആൻ ഷോട്ട് ജനിച്ചത്. ക്ലിയോ അൽവിൻ ഷോട്ടിന്റെയും ഫോബ് മേ സോയറിന്റെയും 5 പെൺമക്കളിൽ മൂന്നാമത്തവൾ. ഡൊറോത്തി, എലിനോർ, എലിസബത്ത്, മുറിയേൽ, വിർജീനിയ 5 സഹോദരിമാരും ഒരു തൊഴിലാളി വർഗ പരിസരത്തിൽ വളർന്നു. സാമ്പത്തികമായി അത്ര മികച്ച കുടുംബമായിരുന്നില്ല അവളുടേത്. ക്ലിയോ ഷോട്ട് മിനിയേച്ചർ ഗോൾഫ് കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിരുന്നു. 1920കളിൽ ജനപ്രിയമായ ഒരു ബിസിനസ്. എന്നാൽ കുടുംബം എപ്പോഴും പണത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ആസ്മയും ശ്വാസകോശ സംബന്ധമായ ബ്രോങ്കൈറ്റിസ് പോലുള്ള മറ്റസുഖങ്ങളും എലിസബത്തിനെ അലട്ടിയിരുന്നു. കഠിനമായ തണുപ്പ് അവളുടെ ശ്വാസകോശ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തണുപ്പ് കാലത്ത് മസാച്യുസെറ്റ്സിലെ കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ അവൾ ഫ്ലോറിഡയിലെ മിയാമിയിലേക്ക് താമസം മാറ്റി. ശൈത്യകാലം ഫ്ലോറിഡയിലെ ചൂടുള്ള കാലാവസ്ഥയിലും വേനൽക്കാലം മസാച്യുസെറ്റ്സിലും ചെലവഴിച്ച് അവൾ തന്റെ കൗമാരം കടന്നുപോയി. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ വൈകാരിക ആഘാതം സംഭവിക്കുന്നത് അവൾക്ക് വെറും 5 വയസ്സുള്ളപ്പോഴാണ്. 1929 സാമ്പത്തിക മാന്ദ്യം, വാൾ സ്ട്രീറ്റ് ക്രാഷ് അമേരിക്കയെ തകർത്തപ്പോൾ അവളുടെ അച്ഛൻ
ക്ലിയോ ഷോട്ടിന് വലിയ ബിസിനസ് നഷ്ടങ്ങൾ സംഭവിച്ചു. മിനിയേച്ചർ ഗോൾഫ് കോഴ്സുകൾക്ക് ആവശ്യം കുറഞ്ഞു. കടങ്ങൾ കുന്നുകൂടി. 1930 ഒക്ടോബർ 8 ഒരു ബുധനാഴ്ച രാവിലെ ചാൾസ് നദിയുടെ തീരത്ത് ക്ലിയോ ഷോട്ടിന്റെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാറിനകത്ത് അദ്ദേഹത്തിന്റെ കോട്ട്, വാച്ച്, ഐഡന്റിഫിക്കേഷൻ പേപ്പറുകൾ എല്ലാം വൃത്തിയായി ക്രമീകരിച്ചു വച്ചിരുന്നു. പോലീസ് അനുമാനിച്ചത് അദ്ദേഹം നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു. ശരീരം കണ്ടെത്താനായില്ലെങ്കിലും കുടുംബം അദ്ദേഹത്തെ മരിച്ചുപോയവനായി കരുതി. ആ വിശ്വാസത്തിൽ ഫോബ് മേ തന്റെ 5 പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തി. കഠിനമായ സാമ്പത്തിക സാഹചര്യത്തിൽ ഒരമ്മ മാത്രം നിൽക്കുമ്പോൾ 5 കുട്ടികളെ പോറ്റുക എളുപ്പമായിരുന്നില്ല. അവർ വെൽഫെയർ സഹായം സ്വീകരിച്ചു. ആപേക്ഷിക ദാരിദ്ര്യത്തിൽ ജീവിച്ചു. എന്നാൽ 1942 ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിന് അതിശയകരമായ ഒരു കത്ത് ലഭിച്ചു. കാലിഫോർണിയയിൽ നിന്ന് ക്ലിയോ ഷോട്ട് എഴുതിയ ഒരു കത്ത്. അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുടുംബത്തെയും കടബാധ്യതകളെയും ഉത്തരവാദിത്വങ്ങളെയും ഉപേക്ഷിച്ച് അദ്ദേഹം കാലിഫോർണിയയിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. വലേജോയിലെ മാരെ ഐലൻഡ് നേവി യാർഡിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വെളിപ്പെടുത്തൽ കുടുംബത്തെ തകർത്തു. പ്രത്യേകിച്ച് എലിസബത്തിന്റെ മനസ്സിൽ അച്ഛനോട് ഒരുതരം കയ്പും അകൽച്ചയും സങ്കീർണമായ വികാരങ്ങളും സൃഷ്ടിച്ചു. തങ്ങളെ ഉപേക്ഷിച്ചു പോയ ഒരു പിതാവ്, എന്നാൽ പിന്നീട് വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾ. 16-ാം വയസ്സിൽ 1940 മെഡ്ഫോർഡ് ഹൈസ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കാതെ എലിസബത്ത് സ്കൂൾ ഉപേക്ഷിച്ചു. അക്കാദമിക പഠനത്തിൽ അവൾക്ക് താൽപ്പര്യമില്ലായിരുന്നു. പകരം അവൾ ഒരു ഭക്ഷണശാലയിൽ വെയിട്രസ്സായി ജോലിക്ക് കയറി. അമേരിക്കയിലെ ലക്ഷക്കണക്കിന് യുവതികളെപ്പോലെ എലിസബത്തിനും ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു സിനിമാ നടിയാകണം. അക്കാലത്ത് ഹോളിവുഡ് അതിൻ്റെ സുവർണയുഗത്തിലായിരുന്നു. വിവിയൻ ലീ, ലാന വെർണർ, ബെറ്റി ഗ്രേബർത്ത്, റിട്ട ഹേവർത്ത്, ഈ നടിമാർ എലിസബത്തിന്റെ ഐഡലുകളായിരുന്നു. വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെപ്പോലെ പ്രശസ്തയാകുക, ഗ്ലാമറസ് ജീവിതം നയിക്കുക, അതായിരുന്നു അവളുടെ സ്വപ്നം. മാഗസിനുകളിൽ ഹോളിവുഡിനെക്കുറിച്ച് വായിക്കുമ്പോഴെല്ലാം, സിനിമാ പോസ്റ്ററുകൾ കാണുമ്പോഴെല്ലാം അവൾ സ്വപ്നം കാണുമായിരുന്നു. താനും ഒരു ദിവസം അവിടെ എത്തുമെന്ന്. ആ മോഹം അവളെ പടിഞ്ഞാറോട്ട് കാലിഫോർണിയയിലേക്ക് ആകർഷിച്ചു. അങ്ങനെ 1942 ഡിസംബറിൽ തൻ്റെ 18-ാം വയസ്സിൽ വർഷങ്ങളായി കാണാതിരുന്ന അച്ഛനോടൊപ്പം താമസിക്കാനായി എലിസബത്ത് കാലിഫോർണിയയിലെത്തി. വലേജോയിലെ അച്ഛൻ്റെ ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ അവൾ താമസം തുടങ്ങി. തൻ്റെ സിനിമാ സ്വപ്നത്തിൻ്റെ തുടക്കമാണിതെന്ന് അവൾ കരുതി. എന്നാൽ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു. എലിസബത്തിന് സ്ഥിരമായ ജോലിയില്ലായിരുന്നു. ദിവസം മുഴുവൻ വീട്ടിൽ കിടന്നുറങ്ങുക, രാത്രി പുറത്തുപോകുക, സൈനികരുടെയും നാവികരുടെയും കൂട്ടത്തിൽ സമയം ചിലവഴിക്കുക, ഇതായിരുന്നു അവളുടെ ദൈനംദിന ജീവിതം. അച്ഛനുമായുള്ള ആ കൂടിച്ചേരൽ അധികം നാൾ നീണ്ടുനിന്നില്ല. കർക്കശനും അച്ചടക്കമുള്ളവനുമായിരുന്ന ക്ലിയോ ഷോട്ട് അലസമായ ജീവിതം നയിക്കുന്ന മകളെക്കൊണ്ട് പെട്ടെന്ന് മടുത്തു. അവൾ വൈകി വീട്ടിലെത്തുന്നു, കുറ്റമറ്റ പെരുമാറ്റം പാലിക്കുന്നില്ല, അമിതമായി മദ്യപിക്കുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ ഉയർന്നു. അവർ തമ്മിൽ വഴക്കുകൾ പതിവായി. ഒടുവിൽ 1943 ജനുവരിയിൽ കൂടുതൽ സഹിക്കാനാവാതെ അച്ഛൻ മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇവിടെ താമസിക്കണമെങ്കിൽ എൻ്റെ നിയമങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ പോകുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം. എലിസബത്ത് പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട എലിസബത്ത് സാന്താ ബാർബറയിലേക്ക് നീങ്ങി. കാലിഫോർണിയയിലെ തീരപ്രദേശത്തുള്ള സുന്ദരമായ ടൂറിസ്റ്റ് ആകർഷണമുള്ള ഒരു നഗരം. അവിടെ ക്യാമ്പ് കുക്ക് എന്ന സൈനിക താവളത്തിനടുത്തുള്ള ഒരു ഭക്ഷണശാലയിൽ അവൾ ജോലി കണ്ടെത്തി. എന്നാൽ സെപ്റ്റംബർ 23, 1943 അവളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രശ്നം സംഭവിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക്, അന്ന് അവൾക്ക് 19 വയസ്സ് മാത്രം, മദ്യം കഴിക്കാനും വിൽക്കാനും അനുവാദമില്ലായിരുന്നു. എന്നാൽ അവൾ റെസ്റ്റോറൻറ്റിൽ മദ്യം കഴിക്കുന്നതായി പോലീസ് കണ്ടെത്തി. കാലിഫോർണിയയിലെ ജുവനൈൽ നിയമങ്ങൾ ലംഘിച്ചതിന് അവളെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റാണ് പിന്നീട് അവളെ തിരിച്ചറിയാൻ സാധിച്ചതിൻ്റെ പ്രധാന കാരണം. അറസ്റ്റ് സമയത്ത് പോലീസ് അവളുടെ വിരലടയാളങ്ങൾ എടുത്തു. അത് FBI-യുടെ രാജ്യവ്യാപക രേഖകളിൽ ഉൾപ്പെടുത്തി. ഈ സംഭവശേഷം ജുവനൈൽ കോടതി അവളെ മസാച്യൂസെറ്റ്സിലുള്ള അമ്മയുടെ അടുത്തേക്ക് തിരിച്ചയച്ചു. മസാച്യൂസെറ്റ്സിലെത്തിയ എലിസബത്ത് കുറച്ചുകാലം അമ്മയോടൊപ്പം കഴിഞ്ഞു. എന്നാൽ കാലിഫോർണിയയുടെ പ്രലോഭനം, ഹോളിവുഡ് സ്വപ്നങ്ങൾ അവളെ വീണ്ടും അങ്ങോട്ട് വലിച്ചെടുപ്പിച്ചു. 1944-45 കാലഘട്ടത്തിൽ അവൾ മസാച്യൂസെറ്റ്സും ഫ്ലോറിഡയും കാലിഫോർണിയയും തമ്മിൽ നിരന്തരം യാത്ര ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാന ഘട്ടത്തിലായിരുന്നു ആ സമയം. അമേരിക്കയിലെമ്പാടും സൈനിക താവളങ്ങൾ നിറഞ്ഞിരുന്നു. യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അവസാന ദിവസങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന
സൈനികർ. ഈ കാലയളവിൽ എലിസബത്ത് ഒരുപാട് പുരുഷന്മാരുമായി സൗഹൃദത്തിലായി. പലരും US ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയിലെ സൈനികരായിരുന്നു. അവൾ USO, യുണൈറ്റഡ് സർവീസ് ഓർഗനൈസേഷൻ ക്യാൻറ്റീനുകളിൽ സമയം ചിലവഴിച്ചു. സൈനികരുമായി നൃത്തം ചെയ്തു, കത്തുകൾ കൈമാറി. അവളുടെ ആകർഷകമായ രൂപവും സൗഹൃദപരമായ സ്വഭാവം കാരണം അവൾ ജനപ്രിയയായിരുന്നു. 1945 മിയാമിയിലോ മസാച്യൂസെറ്റ്സിലോ കൃത്യമായ സ്ഥലമറിയില്ല, എലിസബത്ത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. മേജർ മാത്യു മൈക്കൽ ജൂനിയർ ഗോർഡൻ. US എയർഫോഴ്സിലെ ഒരു പൈലറ്റായിരുന്നു അദ്ദേഹം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത അസ്സാമിലെ കഞ്ചാറപ്പാറയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. അവർ പ്രണയത്തിലായി. എലിസബത്തിന് ആദ്യമായി യഥാർത്ഥ പ്രണയം അനുഭവപ്പെട്ടു. മാത്യു ഒരു ഓഫീസറായിരുന്നു, വിദ്യാഭ്യാസമുള്ളയാൾ, ബഹുമാനമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാൾ. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എലിസബത്ത് സുഹൃത്തുക്കളോട് അഭിമാനത്തോടെ പറഞ്ഞു, ഞാനൊരു മേജറിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. മാത്യു ഇന്ത്യയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം കഴിക്കാമെന്ന് അവർ പരസ്പരം വാക്ക് നൽകി. എലിസബത്ത് ആ ദിവസത്തിനായി കാത്തിരുന്നു. ഒടുവിൽ അവളുടെ ജീവിതത്തിൽ സ്ഥിരതയും സന്തോഷവും വരാൻ പോവുകയാണ്. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊരു ദുരന്തമായിരുന്നു. 1945 ഓഗസ്റ്റ് 10 ഇന്ത്യയിൽ കഞ്ചാറപ്പാറയിൽ നിന്ന് കൽക്കത്തയിലേക്കുള്ള ഒരു പരിശീലന വിമാനത്തിൽ മാത്യു ഗോർഡൻ യാത്ര ചെയ്യുകയായിരുന്നു. വിമാനം തകർന്നു വീണു. മാത്യു ഗോർഡൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും മരിച്ചു. അദ്ദേഹത്തിന് 30 വയസ്സു മാത്രം. ഈ വാർത്ത എലിസബത്തിനെ മാനസികമായി തകർത്തു. അവളുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഭാവി പദ്ധതികൾ എല്ലാം ഒരു നിമിഷത്തിൽ നശിച്ചു. മാത്യുവിൻ്റെ ഫോട്ടോ അവൾ എപ്പോഴും കൂടെ കൊണ്ടു നടന്നു. സുഹൃത്തുക്കളോട് അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വേറെ ആരെയും വിവാഹം കഴിക്കില്ല. തൻ്റെ ജീവിതത്തിലെ പ്രണയവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട എലിസബത്ത് 1946 വീണ്ടും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു. ഇത്തവണ ലോസ് ഏഞ്ചൽസിൻ്റെ തിരക്കുകളിൽ അഭയം തേടി. ഒരു നടിയാകാനുള്ള മോഹം വീണ്ടും അവളുടെ മനസ്സിൽ തലപൊക്കി. പരഭോഷ ഹോളിവുഡിൽ അവൾക്കൊരു പുതിയ തുടക്കം കുറിക്കാനാകും. ലോസ് ഏഞ്ചൽസിലെത്തിയ എലിസബത്തിന് സ്ഥിരമായൊരു താമസ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടി. പണമില്ല, സ്ഥിരമായ വരുമാനമില്ല, ശക്തമായ സാമൂഹിക പിന്തുണയില്ല. പലപ്പോഴും സുഹൃത്തുക്കളുടെ വീടുകളിലും വില കുറഞ്ഞ ഹോട്ടലുകളിലും അപരിചിതരുടെ അപ്പാർട്ട്മെൻറ്റുകളിലുമായിരുന്നു അവൾ താമസിച്ചിരുന്നത്. ജോലികൾ മാറി മാറി ചെയ്തു. പരിചാരകയായി, തിയേറ്ററുകളിൽ അഷറായി, ചിലപ്പോൾ മറ്റ് താൽക്കാലിക ജോലികൾ. എങ്കിലും ഒരു സിനിമയിൽ ചെറിയൊരു വേഷമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ അവൾ കൈവിട്ടില്ല. കാസ്റ്റിംഗ് കോളുകളിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു. സ്റ്റുഡിയോകൾക്ക് പുറത്ത് കാത്തുനിന്നു. കറുത്ത വസ്ത്രങ്ങൾ, കറുത്ത ഷൂസ്, കറുത്ത ബാഗ്. അവൾ എപ്പോഴും കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ആ ശൈലി അവൾക്ക് സൊഫിസ്റ്റിക്കേറ്റഡായ രൂപം നൽകി. സുഹൃത്തുക്കൾ അവളെ ബ്ലാക്ക് ഡാളിയ എന്ന് വിളിക്കാൻ തുടങ്ങി. 1946 അവസാനത്തിലും 1947 ആദ്യത്തിലും എലിസബത്തിന്റെ ജീവിതം കൂടുതൽ അസ്ഥിരമായി. അവൾ സാൻ ഡിയേഗോയിലും ലോസ് ഏഞ്ചലസിലും തമ്മിൽ യാത്ര ചെയ്തു. വ്യത്യസ്ത ആളുകളുടെ വീടുകളിൽ താമസിച്ചു. ഡൊറോത്തി ഫ്രഞ്ച്, എൽവേര ഫ്രഞ്ച്, അമ്മയും മകളും എന്നിവരോടൊപ്പം സാൻ ഡിയേഗോയിൽ കുറച്ചു ദിവസം താമസിച്ചു. 1947 ജാനുവരി 9 എലിസബത്തിനെ അവസാനമായി ജീവനോടെ കണ്ടത്. സാൻ ഡിയേഗോയിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് മടങ്ങുന്ന യാത്രയിൽ റോബർട്ട് റെഡ് മാൻലി എന്ന പരിചയക്കാരൻ അവൾക്ക് കാറിൽ ലിഫ്റ്റ് നൽകി. ഉച്ചയ്ക്ക് ഏകദേശം 6:30 മണിക്ക് മാൻലി അവളെ ഡൗൺ ടൗൺ ലോസ് ഏഞ്ചലസിലെ ബിൽറ്റ്മോർ ഹോട്ടലിന്റെ ലോബിയിൽ ഇറക്കിവിട്ടു. അവിടെ തന്റെ സഹോദരിയെ കാണാനാണ് പോകുന്നതെന്നാണ് എലിസബത്ത് മാൻലിയോട് പറഞ്ഞത്. ബിൽറ്റ്മോർ ഹോട്ടലിലെ ഫോൺ ബൂത്തുകൾക്കരികെ അവൾ നിൽക്കുന്നത് ഹോട്ടൽ ജീവനക്കാർ കണ്ടു. ആ ദൃശ്യങ്ങൾ അവളുടെ അവസാന ദൃശ്യങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ വെളിപ്പെട്ടത് എലിസബത്തിന് ലോസ് ഏഞ്ചലസിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നില്ല എന്നാണ്. അവളുടെ എല്ലാ സഹോദരിമാരും മസാച്യുസെറ്റ്സിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരുന്നു. അവൾ ആരെയാണ് അവിടെ കണ്ടുമുട്ടാൻ പോയത്? എന്താണ് യഥാർത്ഥ ഉദ്ദേശ്യം? അന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം എലിസബത്ത് ഷോർട്ടിനെ ആരും തിരിച്ചറിഞ്ഞ് കണ്ടിട്ടില്ല. ജാനുവരി 9 അവളുടെ ശരീരം കണ്ടെത്തിയ ജാനുവരി 15 6 ദിവസങ്ങൾ, ഈ നഷ്ടപ്പെട്ട 6 ദിവസങ്ങൾ ബ്ലാക്ക് ഡാളിയ കേസിലെ ഏറ്റവും വലിയ രഹസ്യമായി തുടരുന്നു. ആ ദിവസങ്ങളിൽ അവൾ എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു LAPD.
അന്വേഷണം പുരോഗമിക്കുന്തോറും എലിസബത്തിന്റെ ജീവിതത്തിന്റെ കൂടുതൽ സങ്കീർണമായ വശങ്ങൾ പോലീസിനു മുന്നിൽ ചുരുളഴഞ്ഞാൻ തുടങ്ങി. അവൾ നിരവധി പുരുഷന്മാരുമായി പരിചയമുണ്ടായിരുന്നു. ചിലർ സാക്ഷ്യപ്പെടുത്തിയത് അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു എന്നാണ്. മറ്റു ചിലർ പറഞ്ഞത് അവൾ സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥ സ്വപ്നങ്ങളോടെ എത്തി ദുരന്തത്തിൽ അവസാനിച്ചു. ബ്ലാക്ക് ഡാളിയയുടെ ജീവിതം അമേരിക്കൻ സ്വപ്നത്തിന്റെ ഇരുണ്ട വശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഹോളിവുഡിൽ പ്രശസ്തിക്കായി എത്തിയ, എന്നാൽ ദാരിദ്ര്യത്തിലും അജ്ഞാനത്തിലും മരിച്ചുപോയ ആയിരക്കണക്കിന് യുവാക്കളിൽ ഒരാളാണ് ബ്ലാക്ക് ഡാളിയ എന്ന എലിസബത്ത് ഷോർട്ട്. എലിസബത്ത് ഷോർട്ട് അപ്രത്യക്ഷയായ ആ 6 ദിവസത്തെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ LAPD കിണഞ്ഞു പരിശ്രമിച്ചു. 750-ലധികം പോലീസ് ഓഫീസർമാർ, ഡിറ്റക്റ്റീവുകൾ, സാങ്കേതിക വിദഗ്ധർ എല്ലാവരും ഈ കേസിൽ രാപ്പകൽ പണിയെടുത്തു. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോകുന്തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം മാധ്യമങ്ങളുടെ അതിരുവിട്ട ഇടപെടലായിരുന്നു. ബ്ലാക്ക് ഡാളിയ എന്ന പേര് പത്രങ്ങൾ ഒരു സെൻസേഷനായി മാറ്റി. 1947-ലെ ലോസ് ആഞ്ചലസ് പത്രപ്രവർത്തനം വളരെ മത്സരപരമായിരുന്നു. പ്രധാന പത്രങ്ങൾ ലോസ് ആഞ്ചലസ് എക്സാമിനർ, വില്യം റാൻഡോൾഫ് ഹെയ്സ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ലോസ് ആഞ്ചലസ് ഹെറൽഡ് എക്സ്പ്രസ്, ലോസ് ആഞ്ചലസ് ടൈംസ്, ലോസ് ആഞ്ചലസ് ഡെയിലി ന്യൂസ്, അവയെല്ലാം ഈ വാർത്തയ്ക്കായി പരസ്പരം മത്സരിച്ചു. അവർ പലപ്പോഴും പോലീസ് അന്വേഷണത്തെക്കാൾ ഒരു പടി മുന്നിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചു. പോലീസിന് ലഭിക്കുന്നതിന് മുൻപേ സാക്ഷികളെ അഭിമുഖീകരിച്ചു, തെളിവുകൾ ശേഖരിച്ചു, സ്വന്തമായി അന്വേഷണം നടത്തി. കിംവദന്തികളും ഊഹാപോഹങ്ങളും യാതൊരു സ്ഥിരീകരണവുമില്ലാതെ അവർ 1-ാം പേജിൽ വലിയ തലക്കെട്ടുകളോടെ അച്ചടിച്ചുകൂട്ടി. ബ്ലാക്ക് ഡാളിയ വാസ് ടോർച്ചേർഡ്. ബ്ലാക്ക് ഡാളിയയെ പീഡിപ്പിച്ചു കൊന്നു. വെയർവുൾഫ് സ്ട്രൈക്സ് ഇൻ LA. ലോസ് ആഞ്ചലസിൽ ചെന്നായ മനുഷ്യൻ ആക്രമിച്ചു. ഫീൻ സ്ലേസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. പൈശാചികൻ സുന്ദരിയായ പെൺകുട്ടിയെ കൊന്നു. എലിസബത്തിന്റെ ഫോട്ടോകൾ, അവളുടെ ഏറ്റവും ആകർഷകമായ ചിത്രങ്ങൾ എല്ലാ പത്രങ്ങളുടെയും മുൻപേജിൽ വന്നു. അവളെ ഒരു നടാഭിലാഷിണിയായി, സുന്ദരിയായി, ചിലപ്പോൾ അവൾ ഒരു നൈറ്റ് ക്ലബ് ഹോസ്റ്റസ് എന്നുവരെ വിവരിച്ചു. അവളുടെ യഥാർത്ഥ ജീവിതത്തെക്കാൾ ഒരു ഗ്ലാമറസ് കഥ പത്രങ്ങൾ സൃഷ്ടിച്ചു. ഈ മാധ്യമ കോലാഹലം അന്വേഷണത്തെ കാര്യമായി ബാധിച്ചു. ഏറ്റവും ക്രൂരമായ ഉദാഹരണം എലിസബത്തിന്റെ അമ്മ ഫോബി മേയോടുള്ള പത്രങ്ങളുടെ പെരുമാറ്റമായിരുന്നു. 1947 ജാനുവരി 16-ന് എക്സാമിനർ പത്രത്തിലെ റിപ്പോർട്ടർമാർ മസാച്യുസെറ്റ്സിലെ മെഡ്ഫോർഡിലുള്ള ഫോബി മേയെ സമീപിച്ചു. അവർ ആദ്യം പോലീസ് അല്ലെന്നും മറിച്ചൊരു ന്യൂസ് ഏജൻസിയിൽ നിന്നുള്ള ആളുകളാണെന്നും സ്വയം പരിചയപ്പെടുത്തി. നിങ്ങളുടെ മകൾ എലിസബത്ത് ഒരു സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ചു എന്ന വ്യാജ വാർത്ത നൽകിയാണ് ഫോബി മേയെ അവർ സമീപിച്ചത്. സന്തോഷത്തോടെ അബോധാവസ്ഥയിൽ ഫോബി മേ എലിസബത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അവളുടെ സ്വഭാവത്തെക്കുറിച്ചും കുടുംബ ചരിത്രത്തെക്കുറിച്ചും ക്ലിയോ ഷോർട്ടിന്റെ ആത്മഹത്യയെക്കുറിച്ചും എല്ലാം വിശദമായി പത്രക്കാരോട് പറഞ്ഞു. മകളെക്കുറിച്ചുള്ള സ്വകാര്യ വിവരങ്ങൾ, ഫോട്ടോകൾ, കത്തുകൾ എല്ലാം അവർ ശേഖരിച്ചു. ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം മാത്രമാണ് അവർ ആ അമ്മയോട് മകളുടെ യഥാർത്ഥ അവസ്ഥ, അവളുടെ ക്രൂരമായ കൊലപാതക വാർത്ത വെളിപ്പെടുത്തിയത്. ഫോബുമേ നിലവിളിച്ച് തകർന്നു വീണു. ലോകം അവളുടെ കാലുകൾക്ക് താഴെ പിളർന്നു. ഇത്തരത്തിലുള്ള പത്രധർമ്മത്തിന് നിരക്കാത്ത മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു. പോലീസ് ആദ്യം ശേഖരിക്കേണ്ടിയിരുന്ന വിവരങ്ങൾ പത്രങ്ങൾ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ചു. സാക്ഷികൾ പത്രക്കാരോട് സംസാരിച്ചതിനാൽ പോലീസിനോട് സംസാരിക്കാൻ വിമുഖത കാണിച്ചു. അതിനിടയിൽ പോലീസിന് മുന്നിലേക്ക് വ്യാജ കുറ്റസമ്മതങ്ങളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായി. പത്രങ്ങളിലെ വിപുലമായ കവറേജ് കാരണം ബ്ലാക്ക് ഡാലിയ കേസ് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ കേസായി മാറി. മാർച്ച് 1947 ആയപ്പോഴേക്കും ഏകദേശം 60-ലധികം ആളുകളാണ് ബ്ലാക്ക് ഡാലിയയെ കൊന്നത് താനാണെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നത്. പ്രശസ്തി ആഗ്രഹിച്ചും മാനസിക അസ്വസ്ഥതകൾ കാരണവും ശ്രദ്ധയെ ആകർഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടും പലരും പോലീസിനെ സമീപിച്ചു. ചിലർ കൊലപാതകത്തിന്റെ വിശദമായ വിവരണങ്ങൾ നൽകി. ചിലർ കൊലായുധങ്ങൾ പോലും കൊണ്ടുവന്നു. ഒരാൾ പറഞ്ഞു, എലിസബത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച് കുറ്റസമ്മതം നടത്താൻ പറഞ്ഞു എന്ന്. മറ്റൊരാൾ പറഞ്ഞു, അന്യഗ്രഹജീവികൾ എന്നെ നിർബന്ധിച്ചുവെന്ന് അവകാശപ്പെട്ടു. ഓരോ കുറ്റസമ്മതവും
വിശദമായി അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ പോലീസിന് തങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും മനുഷ്യശക്തിയും ചിലവഴിക്കേണ്ടി വന്നു. കൊലപാതക സമയത്ത് അവരെവിടെയായിരുന്നുവെന്ന് പരിശോധിക്കണം, അലിബികൾ പരിശോധിക്കണം, മാനസിക മൂല്യനിർണ്ണയം നടത്തണം. അന്വേഷണത്തിലെ ആദ്യത്തെ പ്രധാന പ്രതി എലിസബത്തിനെ അവസാനമായി ജീവനോടെ കണ്ട റോബർട്ട് റെഡ് മാൻലിയായിരുന്നു. 25 വയസ്സുള്ള വിവാഹിതനായൊരു സെയിൽസ്മാൻ. സാന്റിയോഗോയിൽ വെച്ച് അയാൾ എലിസബത്തിനെ കണ്ടുമുട്ടി അവളോട് സൗഹൃദം സ്ഥാപിച്ചു. 1947 ജനുവരി 9 മാൻലി എലിസബത്തിന് സാന്റിയോഗോയിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് കാറിൽ യാത്ര ചെയ്യാൻ സൗകര്യം നൽകി. ഉച്ചയ്ക്ക് ഏകദേശം 6:30 മണിക്ക് അവൻ അവളെ ബിൽറ്റിമോർ ഹോട്ടലിന്റെ ലോബിയിൽ ഇറക്കിവിട്ടു. പോലീസ് മാൻലിയെ അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. അയാളുടെ കാർ സൂക്ഷ്മമായി പരിശോധിച്ചു. രക്തക്കറങ്ങൾ, മുടിയിഴകൾ, ഏതെങ്കിലും തെളിവുകൾക്കായി അയാളുടെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. അയാളുടെ വീട് സെർച്ച് ചെയ്തു. അയാളെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് വിധേയമാക്കി. 1947 ലൈ ഡിറ്റക്ടറുകൾ ഇന്നത്തെ പോലെ സങ്കീർണമായിരുന്നില്ല. എങ്കിലും അതൊരു സൂചനയെങ്കിലും നൽകി. മാൻലി ടെസ്റ്റ് പാസ്സായി. അയാളുടെ സമയക്രമവും പരിശോധിച്ചു. ജനുവരി 9 സന്ധ്യയ്ക്ക് ശേഷം മാൻലി എവിടെയായിരുന്നു? അയാൾ നേരെ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോടൊപ്പം സമയം ചെലവഴിച്ചു. അലിബി ഉറപ്പിച്ചു. എന്നാൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലും എല്ലാ പരിശോധനകൾക്കും ശേഷവും മാൻലിക്ക് കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പോലീസിന് ബോധ്യമായി. അയാൾ എലിസബത്തിന് ഒരു സൗകര്യം മാത്രം നൽകിയൊരു സാധാരണ പരിചയക്കാരനായിരുന്നു, കൊലയാളിയല്ല. അതോടെ അന്വേഷണം വീണ്ടും വഴിമുട്ടി. എലിസബത്ത് ഷോർട്ടിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്തോറും അവളുടെ ജീവിതത്തിന്റെ സങ്കീർണതകൾ വെളിപ്പെട്ടു. അവൾക്ക് ഒരുപാട് പുരുഷ സുഹൃത്തുക്കളുണ്ടായിരുന്നു. സൈനികർ, നാവികർ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സിവിലിയൻ മനുഷ്യർ. 10 കണക്കിന് മനുഷ്യരുമായി അവൾ വിവിധ സമയങ്ങളിൽ സൗഹൃദം പുലർത്തിയിരുന്നു. എന്നാൽ അവളുടെ ബന്ധങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. ചില സാക്ഷികൾ പറഞ്ഞത് എലിസബത്ത് ലൈംഗികമായി സംരക്ഷിതയായിരുന്നു. അവൾ പുരുഷന്മാരുമായി സൗഹൃദം പുലർത്തിയെങ്കിലും അടുക്കമുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാൻ വിമുഖത കാണിച്ചു. മാത്യു ഗോർഡന് പ്രതിജ്ഞാബദ്ധിയായിരുന്നുവെന്ന് ചിലർ പറഞ്ഞു. എന്നാൽ മറ്റു ചില സാക്ഷികൾ വ്യത്യസ്ത കഥ പറഞ്ഞു. അവൾ നൈറ്റ് ക്ലബ്ബുകളിൽ പതിവായി പോയിരുന്നു, മദ്യപിച്ചിരുന്നു, വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് ചിലർ സൂചിപ്പിച്ചു. അവൾ പലപ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് കെട്ടുകഥകൾ മെനഞ്ഞിരുന്നു. ഒരാളോട് അവൾ പറയും താനൊരു സിനിമാ നടിയാണെന്ന്, മറ്റൊരാളോട് പറയും താനൊരു മോഡലാണെന്ന്, മൂന്നാമതൊരാളോട് പറയും താൻ വിധവയാണെന്ന്. മാത്യു ഗോർഡന്റെ കഥ പറഞ്ഞ് ഇത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കി. ഏതാണ് സത്യം, ഏതാണ് കെട്ടുകഥ? എലിസബത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു? അങ്ങനെയിരിക്കെ കൊലപാതകം നടന്ന് ഏകദേശം 9 ദിവസങ്ങൾക്ക് ശേഷം 1947 ജനുവരി 24 കേസിൽ നിർണായകമെന്ന് തോന്നിയ ഒരു സംഭവം നടന്നു. ലോസ് ആഞ്ചൽസ് എക്സാമിനർ പത്രത്തിന്റെ സിറ്റി എഡിറ്ററായ ജെയിംസ് റിച്ചാർഡ്സണിന് ഒരു ഫോൺ കോൾ വന്നു. മറുതലക്കൽ സംസാരിച്ച വ്യക്തി പുരുഷൻ. ശാന്തമായ ശബ്ദം, വ്യക്തമായി സംസാരിച്ചു. താനാണ് ബ്ലാക്ക് ഡാലിയയുടെ കൊലയാളിയെന്ന് അവകാശപ്പെട്ടു. നിങ്ങൾ പത്രങ്ങളിൽ ഈ കേസ് തെറ്റായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അയാൾ പറഞ്ഞു. ഞാൻ അധികം വൈകാതെ എലിസബത്ത് ഷോർട്ടിന്റെ ചില സാധനങ്ങൾ തെളിവായി അയച്ചുതരാം, അത് ഞാൻ തന്നെയാണെന്ന് തെളിയിക്കാൻ. റിച്ചാർഡ്സൺ അയാളെ കൂടുതൽ സംസാരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ വേഗം ഫോൺ വെച്ചു. പോലീസിനെ സമീപിക്കരുത്, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകി. ആദ്യം അതൊരു വ്യാജ കോളാണെന്ന് റിച്ചാർഡ്സൺ കരുതി. പക്ഷേ കോളറുടെ ശബ്ദത്തിൽ എന്തോ വ്യത്യസ്തമായിരുന്നു. ഒരാത്മവിശ്വാസം, ഒരു ശാന്തത. അദ്ദേഹം ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം 1947 ജനുവരി 25 എക്സാമിനർ പത്രത്തിന്റെ ഓഫീസിലേക്ക് ഒരു പാക്കറ്റ് എത്തി. ഒരു സാധാരണ തപാൽ പാക്കറ്റ്. പക്ഷേ അതയച്ച രീതി വളരെ വിചിത്രമായിരുന്നു. പാക്കറ്റിലെ വിലാസം പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും വെട്ടിയെടുത്ത അക്ഷരങ്ങൾ ഒട്ടിച്ചാണ് എഴുതിയിരുന്നത്. റാൻസം നോട്ടുകളിൽ കാണുന്നതുപോലെയുള്ള ഒരു സ്റ്റൈൽ. വിരലടയാളങ്ങൾ അവശേഷിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതൽ. പോലീസിനെ വിവരമറിയിച്ച ശേഷം സംയുക്തമായി അവർ ആ പാക്കറ്റ് തുറന്നു. ഉള്ളിലെ കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു.
പാക്കറ്റിനകത്ത് എലിസബത്ത് ഷോട്ടിന്റെ സ്വകാര്യ വസ്തുക്കളായിരുന്നു. അവളുടെ ജനന സർട്ടിഫിക്കറ്റ്, മസാച്യൂസെറ്റ്സിൽ നിന്ന്, അവളുടെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ്, അവൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുള്ള പുരുഷന്മാരുടെ ചിത്രങ്ങൾ, ഏകദേശം 20-30 ഫോട്ടോകൾ, അവളുടെ അടുത്ത സുഹൃത്തുക്കളുടെ ചില കത്തുകൾ, ഒരു ബിസിനസ് കാർഡുകളുടെ ശേഖരം. എന്നാൽ ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ, ഏകദേശം 75-ലധികം പുരുഷന്മാരുടെ പേരുകളും വിലാസങ്ങളും ഫോൺ നമ്പറുകളും അടങ്ങിയ ഒരു ചെറിയ കറുത്ത അഡ്രസ് ബുക്ക്. പുസ്തകത്തിന്റെ പുറംചട്ടയിൽ സ്വർണ്ണാക്ഷരത്തിലുണ്ടായിരുന്നത് മാർക്ക് ഹാൻസൺ. മാർക്ക് ഹാൻസൺ ലോസ് ആഞ്ചൽസിലെ ഒരു പ്രശസ്തനായ നൈറ്റ് ക്ലബ് ഉടമയായിരുന്നു. ഫ്ലോറന്റൈൻ ഗാർഡൻസ് എന്ന നൈറ്റ് ക്ലബിന്റെ ഉടമസ്ഥൻ, സമ്പന്നൻ, നല്ല ബന്ധങ്ങളുള്ളയാൾ, ഹോളിവുഡ് സർക്കിളുകളിൽ പ്രശസ്തൻ. പാക്കറ്റിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും, കാർഡുകൾ, ഫോട്ടോകൾ, അഡ്രസ് ബുക്ക് എല്ലാം ഗ്യാസലിൻ ഉപയോഗിച്ച് സൂക്ഷ്മമായി തുടച്ചു വൃത്തിയാക്കിയിരുന്നു. വിരലടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ കൊലയാളിയെടുത്ത അത്യധിക മുൻകരുതലായിരുന്നു അത്. ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു. വസ്തുക്കളിൽ യാതൊരു വിരലടയാളങ്ങളും കണ്ടെത്താനായില്ല. കൊലയാളി വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചിരുന്നു. എലിസബത്തിന്റെ ശരീരവും ഇതുപോലെ വൃത്തിയാക്കിയിരുന്നു എന്നോർത്തപ്പോൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് എല്ലാ രക്തവും കഴുകി പൂർണ്ണമായും വൃത്തിയാക്കി ഇത് ഒരേ വ്യക്തിയുടെ പ്രവൃത്തിയാണെന്ന് വ്യക്തമായി. ഇത് കൊലയാളി തന്നെ അയച്ചതാണെന്ന് പോലീസിന് ഉറപ്പായി. അവൻ പോലീസിനെയും മാധ്യമങ്ങളെയും ഒരുപോലെ വെല്ലുവിളിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെക്കാൾ മികച്ചവനാണ് എന്ന സന്ദേശം അയാൾ അയച്ചു. എനിക്ക് തെളിവുകളുണ്ട്, എനിക്ക് നിങ്ങളെ കളിപ്പിക്കാൻ കഴിയും എന്ന സന്ദേശം അയാൾ അയച്ചു. ആ അഡ്രസ് ബുക്ക് അന്വേഷണത്തിലെ ഒരു സാധ്യതയുള്ള വഴിത്തിരിവാകുമെന്ന് പോലീസ് കരുതി. 75 പേരുകൾ, 75 സാധ്യതകൾ. അതിലുണ്ടായിരുന്ന ഓരോരുത്തരെയും കണ്ടെത്താനും ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചു. ഡിറ്റക്റ്റീവുകളെ നിയോഗിച്ച് ഓരോ പേരും പരിശോധിച്ചു തുടങ്ങി. ഓരോരുത്തരെയും വിളിച്ചു, അഭിമുഖം നടത്തി. നിങ്ങൾക്ക് എലിസബത്ത് ഷോട്ടിനെ അറിയാമോ? അവളുമായി നിങ്ങളുടെ ബന്ധം എന്തായിരുന്നു? ജനുവരി 9 മുതൽ 15 വരെ നിങ്ങൾ എവിടെയായിരുന്നു? മാർക്ക് ഹാൻസനെ തന്നെ വിശദമായി ചോദ്യം ചെയ്തു. അദ്ദേഹം എലിസബത്തിനെ അറിയാമായിരുന്നു. അവൾ കുറച്ചുകാലം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്നു, മറ്റു യുവതികളോടൊപ്പം. എന്നാൽ അദ്ദേഹത്തിന് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ശക്തമായ അലിബി ഉണ്ടായിരുന്നു. ആ ബുക്കിലെ പേരുകൾക്കിടയിൽ ആ ക്രൂരനായ കൊലയാളി മറഞ്ഞിരിപ്പുണ്ടോ, അതോ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള മറ്റൊരു തന്ത്രമായിരുന്നു അത്? കൊലയാളി അയച്ചുകൊടുത്ത പാക്കറ്റിൽ നിന്നും ലഭിച്ച അഡ്രസ് ബുക്ക് LAPDക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറന്നു. അതിലുണ്ടായിരുന്ന 75ഓളം പുരുഷന്മാരെ കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത ദൗത്യം. അതൊരെളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ലിസ്റ്റിലുണ്ടായിരുന്ന പലരും 2ാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച സൈനികരായിരുന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയവർ. മറ്റു ചിലർ നഗരം വിട്ടുപോയിരുന്നു. ചിലർ വ്യാജ പേരുകളാണ് നൽകിയിരുന്നത്. പോലീസ് ഓരോരുത്തരെയായി കണ്ടെത്തി, വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ആ ലിസ്റ്റിലെ മിക്കവാറും എല്ലാ പുരുഷന്മാരെയും പോലീസ് അഭിമുഖം നടത്തി. എന്നാൽ അവരെല്ലാം എലിസബത്തിനെ അറിയാമെന്നതിനപ്പുറം അവൾ സൗഹൃദപരമായിരുന്നു. അവൾ ഹോളിവുഡിൽ ഒരു സിനിമാ നടിയാകാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ പലപ്പോഴും പാർട്ടികളിൽ പങ്കെടുത്തിരുന്നു എന്നൊക്കെയല്ലാതെ കൊലപാതകവുമായി അവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഓരോരുത്തർക്കും അലിബിയുണ്ടായിരുന്നു. കൊലപാതകം നടന്ന ജനുവരി 9 മുതൽ 15 വരെയുള്ള സമയത്ത് അവർ വീട്ടിലോ ജോലിസ്ഥലത്തോ യാത്രയിലോ ആയിരുന്നു. ഓരോന്നും പോലീസ് പരിശോധിച്ചുറപ്പുവരുത്തി. അന്വേഷണത്തിനിടയിൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു പേരായിരുന്നു മാർക്ക് ഹാൻസൺ. അഡ്രസ് ബുക്കിന്റെ പുറംചട്ടയിൽ സ്വർണ്ണാക്ഷരത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേരായിരുന്നു. ഡെൻമാർക്കിൽ നിന്ന് 1920കളിൽ കുടിയേറിയ ലോസ് ഏഞ്ചൽസിലെ ഒരു സമ്പന്നനായ നൈറ്റ് ക്ലബ് ഉദ്യോഗസ്ഥനും ചെറുകിട സിനിമാ നിർമ്മാതാവുമായിരുന്നു അദ്ദേഹം. സൺസെറ്റ് ബുളവാർഡിലെ പ്രശസ്തമായ ഫ്ലോറന്റൈൻ ഗാർഡൻസ് എന്ന നൈറ്റ് ക്ലബിന്റെ ഉടമസ്ഥനായിരുന്നു ഹാൻസൺ. ഹോളിവുഡിലെ സെലിബ്രിറ്റികൾ, സമ്പന്നർ, സിനിമാ ലോകം എല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലബിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് പോലീസുമായും രാഷ്ട്രീയക്കാരുമായും നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. എലിസബത്ത് ഷോട്ട് 1946 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഹാൻസന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിൽ, കാർലോസ് അവന്യൂവിലെ വീട്ടിൽ താമസിച്ചിരുന്നു. മറ്റു നിരവധി യുവതികളോടൊപ്പം, ഷോ ഗേൾസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നവർ. ഹാൻസൺ നടിയാകാനുള്ള സ്വപ്നങ്ങളുള്ള യുവതികളെ തന്റെ വീടുകളിൽ താമസിപ്പിച്ചിരുന്നു. പകരമായി അവർ തന്റെ ക്ലബിൽ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ എലിസബത്ത് തന്റെ വീട്ടിൽ കുറച്ചു ദിവസം താമസിച്ചതായും എന്നാൽ അവളുമായി തനിക്ക് ലൈംഗിക ബന്ധമോ പ്രണയബന്ധമോ ഉണ്ടായിരുന്നില്ല എന്നും ഹാൻസൺ മൊഴി നൽകി. എലിസബത്ത് അലസയായിരുന്നു, വൈകി എഴുന്നേൽക്കുമായിരുന്നു,
ഒരു സ്ഥിരം ജോലി ചെയ്യാൻ താൽപ്പര്യം കാണിച്ചില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പല മനുഷ്യരുമായും അവൾ ഡേറ്റിങ്ങിന് പോയിരുന്നതായും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. എന്നാൽ ഹാൻസന്റെ പെരുമാറ്റത്തിലും മൊഴിയിലും പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. കൊലപാതകം നടന്ന സമയത്ത് താൻ എവിടെയായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ അദ്ദേഹത്തിന് തുടക്കത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടു. അദ്ദേഹം പലതവണ കഥ മാറ്റി, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാഡീവ്യൂഹം പ്രകടിപ്പിച്ചു. എങ്കിലും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിർണായകമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ കുറ്റപ്പെടുത്താനോ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ശക്തമായ അഭിഭാഷകരുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെറുതെ വിടേണ്ടി വന്നു. അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം എലിസബത്തിന്റെ ശരീരം മുറിച്ച രീതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് പാത്തോളജിസ്റ്റുകൾ ഒരു കാര്യത്തിൽ ഏകമതം പ്രകടിപ്പിച്ചു: ഇത് ഒരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അരക്കെട്ടിന് താഴെ നിന്നുള്ള മുറിവ് അസാധാരണമാം വിധം കൃത്യമായിരുന്നു. നട്ടെല്ലിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ലംബർ വേർട്ടിബ്രകൾക്കിടയിൽ കൃത്യമായി ഇന്റർ വേർട്ടിബ്രൽ ഡിസ്കിലൂടെ മുറിച്ചിരുന്നു. അസ്ഥികൾക്ക് യാതൊരു കേടും സംഭവിച്ചില്ല. വേർട്ടിബ്രകൾ തകർന്നില്ല, വെട്ടുകൊത്തായില്ല. വൈദ്യശാസ്ത്രത്തിൽ അറിവുള്ള ഒരു ഡോക്ടർക്കോ സർജനോ മെഡിക്കൽ വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ അറവുശാലയിൽ ജോലി ചെയ്ത് ശരീരഘടനയിൽ പരിചയമുള്ള ഒരാൾക്കോ മാത്രമേ അത്ര കൃത്യതയോടെ ഒരു ശരീരം രണ്ടായി മുറിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നായിരുന്നു മെഡിക്കൽ എക്സാമിനറുടെ അഭിപ്രായം. ഹെമികോർപ്പറക്ടമി അഥവാ ട്രാൻസ്ലുംബർ ആംപ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്ന വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയോട് സാമ്യമുള്ള രീതിയിലായിരുന്നു ശരീരം മുറിച്ചിരുന്നത്. 1930-40കളിൽ മെഡിക്കൽ സ്കൂളുകളിൽ അനാറ്റമി ക്ലാസുകളിൽ മൃതദേഹങ്ങൾ പഠിക്കുമ്പോൾ ഈ ടെക്നിക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. ഈയൊരു നിഗമനം അന്വേഷണത്തിന്റെ ദിശ മെഡിക്കൽ സർജിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലേക്ക് തിരിച്ചുവിട്ടു. ലോസ് ആഞ്ചൽസിലെയും പരിസര പ്രദേശങ്ങളിലെയും USC മെഡിക്കൽ സ്കൂൾ വിദ്യാർത്ഥികൾ, അനാറ്റമി പ്രൊഫസർമാർ, സർജന്മാർ, പ്രത്യേകിച്ച് ഓർത്തോപീഡിക് സർജന്മാർ, പാത്തോളജിസ്റ്റുകൾ, മോർച്ചറി അറ്റൻഡന്റുകൾ, അറവുശാലയിലെ തൊഴിലാളികൾ, നിരവധി ഡോക്ടർമാരെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയും പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ അവിടെയും നിർണായകമായ ഫലമൊന്നുമുണ്ടായില്ല. എല്ലാവർക്കും അലിബിയുണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ചു. ആരെയും പ്രത്യേകമായി സംശയിക്കാൻ കാരണമില്ലായിരുന്നു. അന്വേഷണം മാസങ്ങൾ പിന്നിട്ടു, പിന്നീട് വർഷങ്ങൾ. നൂറുകണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. ആയിരക്കണക്കിന് തെളിവുകൾ, കത്തുകൾ, ഫോട്ടോകൾ, വസ്ത്രങ്ങൾ, സാക്ഷിമൊഴികൾ പരിശോധിച്ചു. ലോസ് ഏഞ്ചൽസിന്റെ മുക്കും മൂലയും അവർ അരിച്ചു പെറുക്കി. 10,000-ലധികം പേജുകളുള്ള കേസ് ഫയൽ തയ്യാറാക്കി. എന്നിട്ടും കൊലയാളി ഇരുട്ടിന്റെ മറവിൽ തന്നെ തുടർന്നു. അയാളൊരു പ്രേതത്തെപ്പോലെയായിരുന്നു. യാതൊരു വിരലടയാളവും കാലടിപ്പാടും സാക്ഷികളും അവശേഷിപ്പിക്കാതെ ആ ക്രൂരകൃത്യം ചെയ്ത് അപ്രത്യക്ഷനായി. 1949 ആയപ്പോഴേക്കും കേസ് സജീവ അന്വേഷണത്തിൽ നിന്ന് മാറി. 1950കളിൽ ഇടയ്ക്കിടെ പുതിയ വിവരങ്ങൾ വന്നപ്പോൾ പോലീസ് പരിശോധിച്ചു. എന്നാൽ മുഖ്യധാര അന്വേഷണം നിലച്ചു. വർഷങ്ങൾ കടന്നുപോയി. കേസ് ഫയലിൽ പൊടി പിടിച്ചു തുടങ്ങി. അന്വേഷണത്തിൽ പ്രവർത്തിച്ച ഡിറ്റക്റ്റീവുകൾ ഹാരി ഹാൻസൺ, ഫിനിസ് ബ്രൗൺ ഓരോരുത്തരായി വിരമിച്ചു. പുതിയ തലമുറയിലെ പോലീസ് ഓഫീസർമാർ വന്നു. പുതിയ കേസുകൾ വന്നു. കാലക്രമേണ ബ്ലാക്ക് ഡാലിയ കേസ് ഒരു കോൾഡ് കേസ്, തെളിയാത്ത മരവിച്ച കേസായി മാറി. ഔദ്യോഗികമായി അത് അൺസോൾവ്ഡ് എന്ന് അടയാളപ്പെടുത്തി. എന്നാൽ പൊതുജനത്തിൻ്റെയും എഴുത്തുകാരുടെയും ഫിലിം നിർമ്മാതാക്കളുടെയും കുറ്റാന്വേഷണ ആസക്തരുടെയും മനസ്സിൽ ഈ കേസ് മായാതെ നിന്നു. നിരവധി പുസ്തകങ്ങൾ, ജെയിംസ് എൽറോയിയുടെ ദ ബ്ലാക്ക് ഡാലിയ എന്ന നോവൽ ഏറ്റവും പ്രസിദ്ധമാണ്, ഈ കൊലപാതകത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയത്. 2006 ബ്രയൻ ഡ പാൽമ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം, ഡോക്യുമെൻ്ററികൾ, TV പ്രോഗ്രാമുകൾ, പോഡ്കാസ്റ്റുകൾ എല്ലാം ബ്ലാക്ക് ഡാലിയയെക്കുറിച്ചാണ്. ഓരോ പുതിയ തലമുറയിലെ കുറ്റാന്വേഷകരും എഴുത്തുകാരും ഈ കേസ് വീണ്ടും പഠിക്കാൻ ശ്രമിച്ചു. പുതിയ സിദ്ധാന്തങ്ങൾ ഉയർന്നുവന്നു. പുതിയ സംശയാസ്പദരുടെ പേരുകൾ ഉയർന്നുവന്നു. ഈ ശ്രമങ്ങൾക്കിടയിലാണ് 2003 ഒരു പേര് വീണ്ടും കുറ്റാന്വേഷണ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നത്. ഡോക്ടർ ജോർജ് ഹിൽ ഹോഡൽ ജൂനിയർ 1907-1999.
ലോസ് ആഞ്ചലസിലെ ഒരു പ്രമുഖ പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഹോഡൽ. പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. ലോസ് ആഞ്ചലസിലെ സോഷ്യലൈറ്റ് സർക്കിളുകളിൽ പ്രസിദ്ധനായിരുന്നു. അസാധാരണമായ ബുദ്ധിശക്തി, ഉയർന്ന IQ, കലയിലും സാഹിത്യത്തിലും സുറിയലിസത്തിലും ആഴത്തിലുള്ള താൽപ്പര്യം, ഫോട്ടോഗ്രാഫി, പെയിന്റിംഗ്, സംഗീതം എല്ലാത്തിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു. മാൻഡ്രേ, സാൽവഡോർ ഡാരി തുടങ്ങിയ സുറിയലിസ്റ്റ് കലാകാരന്മാരുമായി സൗഹൃദം പുലർത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊരു ഇരുണ്ട, വികലമായ വശമുണ്ടായിരുന്നു. സ്ത്രീകളോട് നിന്ദ്യമായ പെരുമാറ്റം, സാഡിസ്റ്റിക് പ്രവണതകൾ, ലൈംഗിക വൈകല്യങ്ങൾ, നിരവധി കുറ്റാരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. 1949 തന്റെ സ്വന്തം 14 വയസ്സുള്ള മകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കുറ്റത്തിന് അദ്ദേഹത്തിനെതിരെ കോടതി കേസുണ്ടായിരുന്നു. എന്നാൽ തെളിവുകളുടെ അപര്യാപ്തത കൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനായി. അദ്ദേഹത്തിന്റെ മകൻ സ്റ്റീവ് ഹോഡൽ 2003 ഒരു സ്ഫോടനാത്മക പുസ്തകവുമായി രംഗത്തെത്തി. ബ്ലാക്ക് ഡാലിയ അവെഞ്ചർ, എ ജീനിയസ് ഫോർ മർഡർ. സ്റ്റീവ് ഹോഡൽ ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുൻ ഡിറ്റക്റ്റീവായിരുന്നു. 24 വർഷം LAPDയിൽ സേവനമനുഷ്ഠിച്ചു. ഹോമിസൈഡ് ഡിറ്റക്റ്റീവായി പ്രവർത്തിച്ചു. അദ്ദേഹം തന്റെ അച്ഛനെക്കുറിച്ച് വളരെ കുറച്ച് അറിഞ്ഞിരുന്നുള്ളൂ. മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അദ്ദേഹം ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് അകന്നു. 1999 ജോർജ് ഹോഡൽ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം സ്റ്റീവ് അച്ഛന്റെ സ്വകാര്യ വസ്തുക്കൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് 2 വിചിത്രമായ ഫോട്ടോകൾ അദ്ദേഹം കണ്ടെത്തിയത്. ഫോട്ടോകളിൽ കാണിച്ചിരുന്നത് ഒരു യുവതിയെയായിരുന്നു. കറുത്ത മുടി, വിളറിയ തൂക്ക്. സ്റ്റീവിന് തോന്നി ആ സ്ത്രീ എലിസബത്ത് ഷോട്ടിനെ സാദൃശ്യമുള്ളതാണ് എന്ന്. പ്രത്യേകിച്ചും ഫോട്ടോകളിൽ കാണിച്ചിരിക്കുന്ന പോസ്, ആംഗിൾ, ലൈറ്റിംഗ് എല്ലാം സുറിയലിസ്റ്റിക് ആർട്ട് ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഇഷ്ടപ്പെട്ടിരുന്ന തരത്തിൽ. ഈ കണ്ടെത്തൽ സ്റ്റീവിനെ ആഴത്തിലുള്ള സ്വന്തം നിലയ്ക്കുള്ള ഒരു അന്വേഷണത്തിന് പ്രേരിപ്പിച്ചു. ഒരു മുൻ ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അന്വേഷണ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങളോളം പഴയ പോലീസ് ഫയലുകൾ പഠിച്ചു, സാക്ഷികളുമായി സംസാരിച്ചു, തെളിവുകൾ ശേഖരിച്ചു. സ്റ്റീവ് ഹോഡലിന്റെ അന്വേഷണം ഞെട്ടിക്കുന്ന പല വിവരങ്ങളിലേക്കും വിരൽ ചൂണ്ടി. 1949 രഹസ്യ നിരീക്ഷണം. ഏറ്റവും നിർണായകമായ തെളിവ് 1950 ഫ്രാങ്ക് ജെമെറ്റി എന്ന മുൻ LAPD ഡിറ്റക്റ്റീവ് അന്വേഷണത്തിനിടെ കണ്ടെത്തിയതായിരുന്നു. 1949 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജോർജ് ഹോഡലിന്റെ വീട്ടിൽ, ഹോളിവുഡ് ഹിൽസിലെ സൊവ്രാൻ ഹൗസ് എന്ന ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് രൂപകൽപ്പന ചെയ്ത പ്രസിദ്ധമായ വീട്ടിൽ പോലീസ് രഹസ്യമായി മൈക്രോഫോണുകൾ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിന് മറ്റു ചില കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടോ എന്ന് സംശയിച്ചായിരുന്നു ആ നിരീക്ഷണം. ആഴ്ചകളോളം വീട്ടിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തു. ഇതാ ചുരുക്കിയ പതിപ്പ്. 2003 സ്റ്റീവ് ഹോഡൽ LAPD ആർക്കൈവുകളിൽ നിന്ന് 1949 രഹസ്യ നിരീക്ഷണ റെക്കോർഡിംഗുകളുടെ ട്രാൻസ്ക്രിപ്റ്റുകൾ കണ്ടെത്തി. അതിൽ ജോർജ് ഹോഡൽ പറയുന്നത്, കരുതുക, ഒരുപക്ഷെ ഞാൻ ബ്ലാക്ക് ഡാലിയെ കൊന്നിരിക്കാം. അവർക്ക് ഇപ്പോൾ തെളിയിക്കാൻ കഴിയില്ല. എങ്കിലും ഈ വാക്കുകൾ അവ്യക്തവും യഥാർത്ഥ സമ്മതമാണോ ആക്ഷേപഹാസ്യമാണോ എന്ന് വ്യക്തമല്ല. സ്റ്റീവ് നിരവധി തെളിവുകൾ അവതരിപ്പിച്ചു. ജോർജ് ഹോഡൽ USCയിൽ പഠിച്ച പരിചയസമ്പന്നൻ സർജനായിരുന്നു. എലിസബത്തിനെ കൊലപ്പെടുത്തിയ സർജിക്കൽ രീതിയുമായി പൊരുത്തപ്പെടുന്നു. സ്ത്രീകളോടുള്ള അക്രമാസക്തമായ പെരുമാറ്റത്തിന്റെ രേഖകളുണ്ട്. സുറിയലിസ്റ്റ് കലാകാരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എലിസബത്തിന്റെ ശരീരം പ്രദർശിപ്പിച്ച വിചിത്രമായ രീതിയുമായി യോജിക്കുന്നു. അച്ഛന്റെ സ്വകാര്യ ആൽബത്തിൽ നിന്ന് എലിസബത്ത് ഷോട്ടിന് സാദൃശ്യമുള്ള ഫോട്ടോകൾ കണ്ടെത്തി. ബ്ലാക്ക് ഡാലിയ അവെഞ്ചർ എന്ന പുസ്തകത്തിലൂടെ ഈ വെളിപ്പെടുത്തലുകൾ ലോകമെമ്പാടും ചർച്ചയായി. LAPD ചില വാദങ്ങൾ സ്ഥിരീകരിച്ചു, എന്നാൽ വിമർശനങ്ങളും ഉയർന്നു. തെളിവുകൾക്ക് അനുകൂലമായി വ്യാഖ്യാനം നൽകിയോ? ഫോട്ടോകളിലെ സ്ത്രീ യഥാർത്ഥത്തിൽ എലിസബത്താണോ? ജോർജ് ഹോഡൽ 1999 മരിച്ചതിനാൽ നേരിട്ട് ചോദ്യം ചെയ്യാനോ DNA പരിശോധന നടത്താനോ സാധിക്കില്ല. മറ്റു സംശയാസ്പദരുമുണ്ട്. ലെസ്ലി ഡില്ലൻ, വാൾട്ടർ ബെയിൽ എന്നിവരെല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. 2003 2014 DNA പരിശോധന ശ്രമിച്ചെങ്കിലും 60 വർഷത്തിനു ശേഷം തെളിവുകൾ നശിച്ചതിനാൽ വിശ്വസനീയമായ DNA പ്രൊഫൈൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. 2025 78 വർഷത്തിനു ശേഷവും കേസ് പരിഹരിക്കപ്പെട്ടില്ല. ജോർജ് ഹോഡൽ, മാർക്ക് ഹാൻസൺ, അറിയപ്പെടാത്ത മറ്റാരോ
എല്ലാം സാധ്യതകൾ മാത്രം. യഥാർത്ഥ കൊലപാതകി ഒരിക്കലും പിടിക്കപ്പെട്ടില്ല. ബ്ലാക്ക് ഡാലിയ കേസ് ജാക്ക് ദ റിപ്പറിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പരിഹരിക്കപ്പെടാത്ത കൊലപാതകമായി തുടരുന്നു. ഇത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ: സെൻസേഷണൽ മാധ്യമ കവറേജ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു. 1947 ഫോറൻസിക് സാങ്കേതികവിദ്യ പരിമിതമായിരുന്നു. കൊലപാതകി തെളിവുകൾ മായ്ക്കുന്നതിൽ അസാധാരണ സൂക്ഷ്മത കാണിച്ചു. എലിസബത്ത് ആൻ ഷോട്ട് സ്വപ്നങ്ങളോടെ ലോസ് ഏഞ്ചൽസിലെത്തിയ ഒരു സാധാരണ 22 വയസ്സുകാരി. 1947 ജനുവരി 15 ക്രൂരമായ കൊലപാതകം അവളെ ചരിത്രത്തിൽ നിത്യമാക്കി. 78 വർഷത്തിനു ശേഷവും ഹൂ കിൽഡ് ദ ബ്ലാക്ക് ഡാലിയ എന്ന ചോദ്യം അനുത്തരിതമായി തുടരുന്നു. സ്റ്റീവ് ഹോഡലിന്റെ വെളിപ്പെടുത്തലുകൾ ബ്ലാക്ക് ഡാലിയ കേസിലെ പ്രധാന പ്രതിയായി അദ്ദേഹത്തിന്റെ അച്ഛൻ ജോർജ് ഹോഡലിനെ പ്രതിഷ്ഠിച്ചുവെങ്കിലും മറ്റു സിദ്ധാന്തങ്ങളും സംശയത്തിന്റെ നിഴലിൽ നിന്നവരും നിരവധിയായിരുന്നു. കാലങ്ങളായി ഈ കേസ് പഠിക്കുന്ന കുറ്റാന്വേഷണ വിദഗ്ധരും എഴുത്തുകാരും വിവിധ പേരുകളും സിദ്ധാന്തങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവ ഓരോന്നും ഈ കഥയുടെ ദുരൂഹത വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽ ശക്തമായി ഉയർന്നുവന്ന മറ്റൊരു പേരായിരുന്നു വാൾട്ടർ ബെയ്ലി. മോർച്ചറി അഥവാ ശവസംസ്കാരഗൃഹം അസിസ്റ്റന്റായിരുന്നു ഇയാൾ. 1947 പാസഡേനായിൽ താമസിച്ചിരുന്ന ബെയ്ലിക്ക് എലിസബത്തിന്റെ ശരീരം മുറിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യവും അറിവുമുണ്ടായിരുന്നുവെന്ന് സംശയിക്കപ്പെട്ടു. മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൃതദേഹങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ശരീരഘടന എങ്ങനെയാണെന്നൊക്കെ അയാൾക്ക് നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു. കൂടുതൽ സംശയാസ്പദമാക്കുന്ന കാര്യം ബെയ്ലി താമസിച്ചിരുന്നത് എലിസബത്തിന്റെ ശരീരം കണ്ടെത്തിയ ലൈമട്ട് പാർക്ക് പ്രദേശത്ത് നിന്ന് വളരെ അടുത്ത്, ഏകദേശം 1 ബ്ലോക്ക് മാത്രം അകലെയായിരുന്നു എന്നതാണ്. 2003 ബെയ്ലിയുടെ മകൻ, അപ്പോഴേക്കും ബെയ്ലി മരിച്ചിരുന്നു, ഒരു അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വെളിപ്പെടുത്തി. തന്റെ അച്ഛൻ എലിസബത്ത് ഷോട്ടുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നുവെന്നും 1946-47 ശൈത്യകാലത്ത് അവരെ ഒരുമിച്ച് കണ്ടതായും അവൾ പറഞ്ഞു. ഏറ്റവും ഭയപ്പെടുത്തുന്ന വിവരം എലിസബത്തിന്റെ മരണവാർത്ത പത്രത്തിൽ വന്ന ദിവസം ജനുവരി 16, 1947 ബെയ്ലി വീട്ടിൽ വന്ന് വല്ലാത്ത പരിഭ്രാന്തിയിലും ഭയത്തിലുമായിരുന്നു. അവരവളെ കണ്ടെത്തി എന്ന് വിറച്ച ശബ്ദത്തിൽ അയാൾ പറഞ്ഞതായും മകൾ ഓർക്കുന്നു. ആരെ കണ്ടെത്തി? എന്താണ് കണ്ടെത്തിയത്? ആ ചോദ്യങ്ങൾക്ക് അയാൾ വ്യക്തമായ ഉത്തരം നൽകിയില്ല. അടുത്ത ദിവസങ്ങളിൽ ബെയ്ലിയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. മദ്യപാനം വർദ്ധിച്ചു, ഉറക്കമില്ലായ്മ, പേടി സ്വപ്നങ്ങൾ. കുടുംബാംഗങ്ങളോട് മിണ്ടാതെയായി, സ്വയം ഒറ്റപ്പെട്ടു. എന്നാൽ ഈ സാഹചര്യ തെളിവുകൾക്കപ്പുറം, അഥവാ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന് അപ്പുറം, ബെയ്ലിയെ നേരിട്ട് കൊലപാതകവുമായി ബന്ധിപ്പിക്കാൻ ശക്തമായ ഭൗതിക തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1966 ബെയ്ലി മരിച്ചു. രഹസ്യങ്ങൾ കൂടെ കൊണ്ടുപോയി. ചില സിദ്ധാന്തങ്ങൾ വിരൽ ചൂണ്ടുന്നത് ലെസ്ലി ഡില്ലൻ എന്ന 27 വയസ്സുള്ള ഹോട്ടൽ ജീവനക്കാരനിലേക്കാണ്. ഫ്ലോറിഡയിൽ മിയാമിയിൽ താമസിച്ചിരുന്ന ഇയാൾ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. 1948 തുടക്കത്തിൽ ഡില്ലൻ ഡോക്ടർ പോൾ ഡി റിവർ എന്ന LAPDയുടെ പോലീസ് സൈക്യാട്രിസ്റ്റുമായി കത്തിടപാടമൽ നടത്തി. ബ്ലാക്ക് ഡാലിയ കേസിൽ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എലിസബത്ത് ഷോട്ട് 1946 ഫ്ലോറിഡയിൽ താമസിച്ചിരുന്ന കാലത്ത് അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്ന് പോലീസ് സംശയിച്ചു. 1948 ഡിസംബറിൽ ഡില്ലൻ ലോസ് ഏഞ്ചലസിലേക്ക് വന്നു. കേസിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ ഡി റിവറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കൂടിക്കാഴ്ചയ്ക്കിടയിൽ അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് അയാളെ തടഞ്ഞുവെച്ച് ഒരു ഹോട്ടൽ മുറിയിൽ 2 ആഴ്ച കൂടുതൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാത്ത, പോലീസിന് മാത്രം അറിയാവുന്ന ചില വിവരങ്ങൾ അയാൾ വെളിപ്പെടുത്തി. ശരീരം കൃത്യമായി എവിടെയാണ് മുറിച്ചത്, ഏത് തരം ഉപകരണം ഉപയോഗിച്ചിരിക്കാം, ഇത്തരം വിശദാംശങ്ങൾ. കൂടുതൽ സംശയാസ്പദമാക്കുന്നത് ജെഫ് കോണേഴ്സ് എന്ന സ്വയം വിളിക്കുന്ന ഒരു സുഹൃത്തിനെഴുതിയ കത്തിൽ താൻ ഒരു സ്ത്രീയെ കൊന്നു, അവളുടെ ശരീരം മുറിച്ചു എന്ന് ഡില്ലൻ സൂചിപ്പിച്ചിരുന്നു. ഞാനൊരു കറുത്ത പൂവിന്റെ ദളങ്ങൾ വലിച്ചു കീറി എന്നയാൾ എഴുതി. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ജെഫ് കോണേഴ്സ് എന്ന വ്യക്തി നിലവിലില്ല എന്ന് പോലീസ് കണ്ടെത്തി. അത് ഡില്ലനിന്റെ ഭാവനയിലെ ഒരു സൃഷ്ടിയായിരുന്നു. അയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. യാഥാർത്ഥ്യവും ഫാന്റസിയും തമ്മിൽ വേർതിരിച്ചറിയാൻ പലപ്പോഴും കഴിയാതെ വന്നിരുന്നു. കൊലപാതകം നടന്ന സമയത്ത് ഡില്ലൻ എവിടെയായിരുന്നുവെന്ന് പരിശോധിച്ചപ്പോൾ അയാൾ ഫ്ലോറിഡയിൽ തന്നെയായിരുന്നുവെന്ന് സാക്ഷികൾ സ്ഥിരീകരിച്ചു. അതോടെ അയാൾക്കെതിരായ തെളിവുകൾ ദുർബലമാണെന്ന് കണ്ട് പോലീസ് 1949 ജനുവരിയിൽ അയാളെ വെറുതെ വിട്ടു. പിന്നീട് ഡില്ലൻ
LAPDക്കെതിരെ തെറ്റായ തടങ്കലിനായി ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തു. നഷ്ടപരിഹാരം നേടി. ഇതിനെല്ലാം പുറമെ തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെ ഈ കേസിനെ സമീപിച്ചവരുമുണ്ട്. എലിസബത്തിന്റെ കൊലപാതകം ഒരൊറ്റപ്പെട്ട സംഭവമല്ലെന്നും 1930കളിലും 40കളിലും ഒഹായോയിലെ ക്ലീവ്ലാൻഡിൽ നടന്ന ക്ലീവ്ലാൻഡ് ടോർസോ മേഡേഴ്സ് അല്ലെങ്കിൽ കിങ്സ്ബറി റൺ മേഡേഴ്സ് എന്നറിയപ്പെടുന്ന കൊലപാതക പരമ്പരയുമായി ഇതിന് ബന്ധമുണ്ടെന്നും ചില അന്വേഷകർ വാദിച്ചു. 1935 മുതൽ 1938 വരെ ക്ലീവ്ലാൻഡിൽ കുറഞ്ഞത് 12 പേരെ, പ്രധാനമായും പുരുഷന്മാർ, ചിലർ സ്ത്രീകൾ, തല മുറിച്ചെടുത്ത നിലയിൽ ശരീരം ഭാഗങ്ങളായി വെട്ടിമുറിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു കണ്ടെത്തി. ഈ കൊലപാതകങ്ങളിലും ശരീരങ്ങൾ മുട്ടുകളിലും അരക്കെട്ടിലും കൃത്യമായി മുറിച്ചിരുന്നു. ചില ശരീരങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. തല പലപ്പോഴും കണ്ടെത്തിയില്ല. സർജിക്കൽ അറിവ് കാണിക്കുന്ന മുറിവുകൾ. ആ കേസുകളിലെയും കൊലയാളിയെ ഒരിക്കലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശസ്ത നിയമപാലകൻ എലിയറ്റ് നെസ് അൽ കപ്പോണിനെ പിടികൂടിയയാൾ ക്ലീവ്ലാൻഡ് സേഫ്റ്റി ഡയറക്ടറായിരുന്നപ്പോൾ ആ കേസ് കൈകാര്യം ചെയ്തു, എങ്കിലും പരാജയപ്പെട്ടു. 1938 ശേഷം ക്ലീവ്ലാൻഡിൽ ആ കൊലപാതകങ്ങൾ നിലച്ചു. 1947 ലോസ് ഏഞ്ചൽസിൽ എലിസബത്ത് ഷോർട്ടിന്റെ കൊലപാതകം സംഭവിച്ചു, സമാനമായ രീതിയിൽ. സിദ്ധാന്തം: ക്ലീവ്ലാൻഡിലെ ആ അജ്ഞാതനായ കൊലയാളി 1938നും 1947നും ഇടയിൽ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു ലോസ് ഏഞ്ചലസിൽ സ്ഥിരതാമസമാക്കി എലിസബത്തിനെ തന്റെ അടുത്ത ഇരയാക്കി. എന്നാൽ 2 കേസുകൾ തമ്മിലുള്ള ഈ ബന്ധം തെളിയിക്കാൻ കഴിഞ്ഞില്ല. ക്ലീവ്ലാൻഡിലെ ഇരകൾ പ്രധാനമായും ഭവനരഹിതർ, മദ്യപാനികളായിരുന്നു. എലിസബത്ത് ഒരു യുവതിയായിരുന്നു. കൊലപാതക രീതികളിൽ സാമ്യമുണ്ടെങ്കിലും ഇരകളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസം. അതിനാൽ ഈ ബന്ധം ഊഹാപോഹത്തിൽ മാത്രം അവശേഷിച്ചു. ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങളും ഓരോ പ്രതികളും ബ്ലാക്ക് ഡാളിയ എന്ന ദുരൂഹതയ്ക്ക് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു. ഓരോ തവണയും ഇതാ കൊലയാളി എന്ന് ലോകം കരുതുമ്പോഴും നിർണായകമായ തെളിവുകളുടെ അഭാവം ആ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി. വർഷങ്ങൾക്കിപ്പുറവും ദശാബ്ദങ്ങൾക്കിപ്പുറവും 1947 ജാനുവരി 15 ലോസ് ഏഞ്ചലസിലെ ആ തണുത്ത പ്രഭാതത്തിൽ ബെറ്റി ബർസിംഗർ കണ്ട ആ ഭയാനകമായ കാഴ്ച ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കേസ് 78 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ഇത്രയധികം ആളുകളെ ആകർഷിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൊലപാതകത്തിൻ്റെ ക്രൂരത തന്നെ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ രീതി കൊലയാളിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ചിത്രമാണ് നൽകുന്നത്. ഇതൊരു സാധാരണ കൊലപാതകമല്ല. ഇതൊരു സാഡിസ്റ്റിക്, കണക്കുകൂട്ടി നടത്തിയ, ശരീരത്തെ ഒരു പ്രദർശന വസ്തുവായി കാണുന്ന ഒരു മാനസിക വൈകല്യമുള്ളയാളുടെ പ്രവൃത്തിയാണ്. 2, ഇരയായ എലിസബത്ത് ഷോർട്ടിന്റെ ജീവിതം. ഹോളിവുഡ് സ്വപ്നങ്ങളുമായി ഒരു വലിയ നഗരത്തിൽ ഭാഗ്യം പരീക്ഷിക്കാനെത്തിയ ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പരാജയങ്ങളും നിഗൂഢതകളും സങ്കീർണമായ ബന്ധങ്ങളും കഥയ്ക്ക് കൂടുതൽ മാനുഷിക മനം നൽകി. അവളൊരു സ്ഥിതിവിവര കണക്കല്ല, അവൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു യഥാർത്ഥ വ്യക്തിയായിരുന്നു. 3, അന്നത്തെ മാധ്യമങ്ങളുടെ പങ്ക്. ബ്ലാക്ക് ഡാളിയ എന്ന പേര് നൽകി ഈ കൊലപാതകത്തെ ഒരു സെൻസേഷണൽ ഗോത്തിക് സ്റ്റോറിയാക്കി മാറ്റിയതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് ഈ കഥയെ അമേരിക്കൻ പോപ്പ് കൾച്ചറിന്റെ സ്ഥിരം ഭാഗമാക്കി മാറ്റി. 4, ഇതൊരു പരിഹരിക്കപ്പെടാത്ത രഹസ്യമാണ്. മനുഷ്യൻ എപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളോട് ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ആരാണ് ബ്ലാക്ക് ഡാളിയെ കൊന്നത് എന്ന ചോദ്യം കഴിഞ്ഞ 78 വർഷത്തിലേറെയായി കുറ്റാന്വേഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ വേട്ടയാടുന്നു. ഓരോ പുതിയ തെളിവും ഓരോ പുതിയ സിദ്ധാന്തവും ആ പഴയ മുറിവിൽ തൊട്ടുണർത്തുന്നു. ബ്ലാക്ക് ഡാലിയ കേസ് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരടഞ്ഞ അധ്യായമായി മാറിയെങ്കിലും അത് അമേരിക്കൻ നിയമവ്യവസ്ഥയിലും കുറ്റാന്വേഷണ രീതികളിലും ചില മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഈ കേസ് കൈകാര്യം ചെയ്ത രീതി, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായ ഇടപെടൽ, പോലീസിന് ഒരു വലിയ പാഠമായിരുന്നു. കുറ്റാന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വിവരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാധ്യമങ്ങളുമായി എത്രത്തോളം വിവരങ്ങൾ പങ്കുവയ്ക്കാം, എവിടെ അതിർത്തിരേഖ വരയ്ക്കണം എന്നതിനെക്കുറിച്ചെല്ലാം പുതിയ പ്രോട്ടോക്കോളുകളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകാൻ ഈ കേസ് ഒരു ഉത്തേജകമായി.
ഒരു കൊലപാതക കേസ് എങ്ങനെ സെൻസേഷണലൈസ് ചെയ്യപ്പെടുന്നു, എങ്ങനെ ഇരയുടെ ജീവിതത്തെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ബ്ലാക്ക് ഡാലിയ കേസ് മാറി. അന്വേഷണത്തിൽ സംഭവിച്ച ചില പിഴവുകളും പിന്നീട് വിമർശിക്കപ്പെട്ടു. ആയിരക്കണക്കിന് തെളിവുകൾ ശേഖരിച്ചെങ്കിലും അവ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കുന്നതിലും ക്രോസ് റഫറൻസിങ്ങിലും സിസ്റ്റമാറ്റിക് വിശകലനത്തിലും LAPD പരാജയപ്പെട്ടു എന്ന് അവലോകനങ്ങൾ സൂചിപ്പിച്ചു. അന്നത്തെ സാങ്കേതികവിദ്യയുടെ പരിമിതികളും ഒരു ഘടകമായിരുന്നു. ഇന്ന് DNA ടെസ്റ്റിംഗ്, കമ്പ്യൂട്ടർ ഡാറ്റാബേസുകൾ, ഡിജിറ്റൽ ഫോറൻസിക്സ് പോലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ കേസിന്റെ വിധി തികച്ചും വ്യത്യസ്തമായേനെ. എലിസബത്ത് ഷോർട്ടിന്റെ ജീവിതം അവളുടെ മരണശേഷം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു, തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു. ചിലർ അവളെ വഴിപിഴച്ച ജീവിതം നയിച്ച, ധാർമ്മികമായി തെറ്റിയ ഒരു പെൺകുട്ടിയായി ചിത്രീകരിച്ചപ്പോൾ മറ്റു ചിലർ ഹോളിവുഡ് എന്ന മായാലോകത്തിന്റെ നിഷ്കളങ്കമായ ഇരയായി അവളെ കണ്ടു. യാഥാർത്ഥ്യം ഒരുപക്ഷെ രണ്ടിനും ഇടയിൽ എവിടെയോ ആയിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി ഒരു മഹാനഗരത്തിലെത്തി താമസിക്കാനും ജീവിക്കാനും പണമില്ലാതെ ഒറ്റപ്പെട്ടുപോയ, അവസരങ്ങൾക്കായി ആരുമായും സൗഹൃദം സ്ഥാപിക്കാൻ നിർബന്ധിതയായ ഒരു സാധാരണ യുവതി. അവളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ എന്തുതന്നെയായാലും ആരും അവൾ അനുഭവിച്ച ആ ക്രൂരതയ്ക്ക് അർഹയായിരുന്നില്ല. യാതൊരു ന്യായീകരണവുമില്ല. അവളുടെ ശവസംസ്കാരം കാലിഫോർണിയയിലെ ഓക്ലാൻഡിലെ മൗണ്ടൻ വ്യൂ സെമിറ്ററിയിൽ 1947 ജനുവരി 25 നടന്നു. അവളുടെ അമ്മ ഫോബ് മേയും 4 സഹോദരിമാരും ആ ചടങ്ങിൽ പങ്കെടുത്തു. പത്രക്കാരെയും പൊതുജനത്തെയും ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. തൻ്റെ മകളുടെ അവസാന യാത്ര ഒരു പബ്ലിക് സ്പെക്ടക്കിളാക്കി മാറ്റാൻ ആ അമ്മ ആഗ്രഹിച്ചില്ല. എലിസബത്തിന്റെ മരണശേഷം അവളുടെ സഹോദരിമാർ പൊതുജീവിതത്തിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷരായി. ആ ദുരന്തത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തുവരാൻ അവർ ഏറെ ബുദ്ധിമുട്ടി. ഷോർട്ട് എന്ന കുടുംബപ്പേര് തന്നെ അമേരിക്കയിൽ ഒരു കളങ്കമായി മാറി. ഇന്നും 2025 ബ്ലാക്ക് ഡാലിയ കേസ് ഔദ്യോഗികമായി ഒരു കോൾഡ് കേസാണ്. അതായത് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല, ഫയൽ അടച്ചിട്ടുമില്ല. പക്ഷെ പുതിയ തെളിവുകളൊന്നും ലഭ്യമാത്തതുകൊണ്ട് സജീവമായ അന്വേഷണം നടക്കുന്നില്ല. ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലുകളിൽ കേസ് നമ്പർ 43466 ആ ക്രൂരനായ കൊലപാതകിയുടെ പേരിനു നേരെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രം, 78 വർഷങ്ങൾക്ക് ശേഷവും. ഹോളിവുഡിന്റെ വർണ്ണപ്പകിട്ടാർന്ന തെരുവുകളിൽ തിളങ്ങുന്ന പ്രകാശങ്ങൾക്കിടയിൽ ഇന്നും എലിസബത്ത് ഷോർട്ടിന്റെ ഓർമ്മകൾ ഒരു അദൃശ്യ സാന്നിധ്യമായി അലഞ്ഞുതിരിയുന്നുണ്ടാവാം. ഒരു സിനിമാ നടിയാകാൻ കൊതിച്ച, എന്നാൽ തൻ്റെ ദാരുണമായ മരണത്തിലൂടെ മാത്രം ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഓർമ്മ. അവളുടെ കഥ സ്വപ്നങ്ങളെ പിന്തുടരുന്നതിനിടയിൽ വഴിതെറ്റിപ്പോകുന്ന, ഒറ്റപ്പെടുന്ന, ദുർബലരാകുന്ന ജീവിതങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയ നഗരങ്ങളുടെ ഇരുണ്ട മൂലകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ആരാണ് അവളെ കൊന്നത്? ഈ ചോദ്യത്തിന് ഒരുപക്ഷെ ഇനിയൊരിക്കലും നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചേക്കില്ല. കൊലപാതകി വർഷങ്ങൾക്ക് മുൻപേ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കാം. അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ രഹസ്യം അയാൾക്കൊപ്പം ശവക്കുഴിയിൽ മണ്ണടിഞ്ഞു പോയിരിക്കാം. എങ്കിലും ആ ചോദ്യം അവശേഷിക്കുന്നിടത്തോളം കാലം ബ്ലാക്ക് ഡാലിയയുടെ കഥ അവസാനിക്കുന്നില്ല. അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ദുരൂഹതയുടെ കറുത്ത പൂക്കൾ വിരിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിൽക്കും. അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ പരാജയത്തിന്റെ കഥ ഒരു പാഠമായി, ഒരു ഓർമ്മപ്പെടുത്തലായി, ഒരു തീരാവേദനയായി എലിസബത്ത് ആൻ ഷോർട്ട് ബ്ലാക്ക് ഡാലിയ എന്ന യുവതിയുടെ ഓർമ്മ സൂക്ഷിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കഥയുമായി, മറ്റൊരു രഹസ്യവുമായി വീണ്ടും കാണാം. നമസ്കാരം.